എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞാൻ റിസപ്ഷന് പോകുന്നതിൻ്റെ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പോൾ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് കല്യാണമാണ്, മോൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഈ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഡ്രസ്സ് എടുത്തത്. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ വീടിൻ്റെ പിന്നിൽ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുരിങ്ങക്കായ ഉണ്ട്. അപ്പോൾ അത് പൊട്ടിക്കുന്ന ഒരു സീനും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ വരുമ്പോൾ പിന്നെ രാത്രിയാവും, അപ്പോൾ പൊട്ടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. പൊട്ടിയപ്പോൾ അത് തൊട്ടപ്പോഴേക്ക് തന്നെ അതിൻ്റെ കൊമ്പ് തന്നെ അങ്ങനെ ഒടിഞ്ഞ് വീണു. അതിൽ നിറയെ പൂത്ത് നിന്നായിരുന്നു കേട്ടോ. അതിലൊരു 3 മുരിങ്ങക്കായ ഉണ്ടായിരുന്നു. നല്ല വലിയ മുരിങ്ങക്കായ തന്നെ. പക്ഷെ അത് മൂത്തിട്ടൊന്നുമില്ല. കണ്ടപ്പോൾ തോന്നി ഒരുപാട് മൂത്തു എന്നൊക്കെ, പക്ഷെ മൂത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് നാളെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതിന് മുന്നേ തന്നെ അത് പൊട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മോള് ഇസ്ത്രിയൊക്കെ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അവളുടെ ഡ്രസ്സൊന്ന് വണ്ണം കുറച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇസ്ത്രിയൊക്കെ ഇട്ടിട്ട് അവൾ മേലൊക്കെ കഴുകി ഞങ്ങൾ റെഡി ആവുകയാണ്. 5:30 ആകുമ്പോൾ വണ്ടി വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റെഡി ആവൽ മേക്കപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വല്ലാതെ മേക്കപ്പ് ഒന്നുമില്ല. പൊട്ട്, പൗഡർ ഇടുക, കണ്ണെഴുതുക എന്നല്ലാതെ അധികമൊന്നുമില്ല. ഇതാണ് മോൾക്ക് എടുത്ത ഡ്രസ്സ് കേട്ടോ. ചുരിദാറാണ്. ഫ്രില്ലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉടുപ്പ് മോഡലായിട്ടുള്ള ഒരു ചുരിദാറാണ് എടുത്തത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വർക്ക്, പിന്നെ കയ്യമ്പിലും വർക്ക്, അങ്ങനത്തെ ഒരു ചുരിദാർ എടുത്തു വന്നതാണ്. എൻ്റെ പിന്നെ പഴയ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ പറഞ്ഞ സമയത്ത് തന്നെ എത്തി. 5:30 ആകുമ്പോൾ എത്തി. അപ്പോൾ ഏട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഏട്ടൻ പിന്നെ പോയി. അപ്പോൾ ഞാനും മോളും കൂടിയിട്ടാണ് റിസപ്ഷന് പോയി. ഏട്ടനോട് പറഞ്ഞിരുന്നു പറ്റിയ വന്ന് കഴിച്ചോളാൻ, ഇല്ലെങ്കിൽ പിന്നെ രാത്രി വന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കണ്ട, ഇനി പോയി വന്നിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവർ വീടിൻ്റെ മുറ്റത്ത് 2 താറാവുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കണ്ട് വണ്ടിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ കയറി പോയി. പിന്നെ റിസപ്ഷൻ്റെ അവിടെ എത്തിയിട്ട് ഓഡിറ്റോറിയമും പിന്നെ അവരേനെയും ഒന്നും എടുത്തില്ല കേട്ടോ. അതെന്താ വെച്ചാൽ നമുക്ക് പെർമിഷൻ ഇല്ലല്ലോ, അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല ഇത് എടുക്കട്ടെ എന്ന്. അപ്പോൾ പിന്നെ അത് അവർ അനുവാദം കൂടാതെ അത് എടുക്കണത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും തിരിച്ചു പോരണതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ മോളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കണത് ഇതാണ് ഭക്ഷണം. ഇതിന് ശേഷം ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങളവിടെ ഇരുന്നിട്ട് കസേരയിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി രാത്രി 7:30 മണി 8 മണിയൊക്കെ ആയി കേട്ടോ തിരിച്ചു പോരുമ്പോൾ. അപ്പോൾ അതേ തിരിച്ചു പോരുന്ന കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഏട്ടൻ കഴിക്കാൻ വന്നിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുന്ന നേരത്താണ് ഏട്ടൻ